മക്കളെ, എല്ലാ ടീച്ചേഴ്സും എല്ലാ പേരൻസും ഞങ്ങളടക്കം നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ പരീക്ഷയിൽ A+ വാങ്ങണം, ഫുൾ A+, 95%. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കയറ്റാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഫുൾ A+ ഇതൊക്കെ കിട്ടിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനിയിപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ആ മാർക്സ് ആണോ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? നമ്മളായിട്ട് തന്നെയല്ലേ ഉള്ളത്. ആ മാർക്സ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ സിമ്പിളായി തരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്, ഈ A+ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പേരൻസിനെ ഹാപ്പി ആക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി നിങ്ങളുടെ പേരൻസിന് ഹാപ്പി ആവും, അതിലുപരി അവർക്ക് സമാധാനമാവും. ഓക്കെ, ഇനി ഇവൻ്റെ അല്ല ഇവളുടെ കാര്യം ഞാൻ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നുള്ള കാര്യം ഭയങ്കര വലിയൊരു പവർഫുൾ ഇമോഷനാണ് അവർക്ക്. അവർ ചിലപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ടാവില്ല അത്രയും, പക്ഷേ അവർക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുൾ A+ കിട്ടിയ പേരൻസ് ഭയങ്കരധികം ഹാപ്പിയാവും. പക്ഷെ അതാണോ ഇതിൻ്റെ ശരിക്കത്തെ പേർപ്പസ്? അല്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേരൻസിനെ ഹാപ്പിയാക്കാൻ വേണ്ടി മാത്രം A+ വാങ്ങണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ നിങ്ങളുടെ ഒരു ഗോൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ അതാണോ അതിൻ്റെ ട്രൂ പേർപ്പസ്? അല്ല. ടീച്ചേഴ്സിനെ ഹാപ്പി ആക്കണമോ? തീർച്ചയായിട്ടും നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ A+ കിട്ടാത്തവരാണ്. നിങ്ങൾ ഫുൾ A+ കിട്ടുന്ന സമയത്ത് നല്ല നല്ല ടീച്ചേഴ്സാണ്, അവർക്ക് ഭയങ്കര സന്തോഷം. ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസിനേക്കാളും സന്തോഷം. കാരണം അവർ ആ ഒരു ജേണി കണ്ടതും അതിൽ അവർക്കൊരു കോൺട്രിബ്യൂഷൻ വഹിക്കാൻ പറ്റിയവരാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ A+ വാങ്ങുന്നത്? അതുമല്ല. വേറെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ പ്രൈമറി പേർപ്പസ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല അതിൻ്റെ പ്രൈമറി പേർപ്പസ്. അപ്പോൾ പിന്നെ സാർ നമുക്ക് ഹാപ്പിയോ? അല്ലേ, നമ്മൾ A+ കിട്ടിയാൽ നമുക്കൊരു ഭയങ്കര ഒരു അഭിമാനമല്ലേ? അല്ലേ, ആരോട് നമ്മൾ പറയുന്നില്ലെന്ന് വെച്ചാൽ അതൊരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടാണോ? അതിന് വേണ്ടിയിട്ടല്ല. അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എനിക്ക് ഫുൾ A+ ആയിരുന്നു കിട്ടിയത്. ഭയങ്കര പ്രൗഡായിരുന്നു. പക്ഷെ അതാണോ അതിൻ്റെ ട്രൂ പേർപ്പസ്? നിങ്ങളുടെ മൊത്തം ലൈഫ് എടുത്ത് നോക്കിയാൽ ആ ഹാപ്പിനെസ് ആ മൂമെന്റിൽ കിട്ടുന്നതാണോ ട്രൂ പേർപ്പസ്? അല്ല. കാരണം ആ ഹാപ്പിനെസ് ഒരു ദിവസം ഉണ്ടാവും. കൂടിപ്പോയി നിങ്ങൾക്ക് 2-3 ദിവസം കൂടെ അത് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ എല്ലാവരും മറന്നു. ആ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ A+ വാങ്ങണ്ട. കാരണം അത് 1-2 ദിവസമുള്ളൂ. അതിനെ നമ്മൾ മറന്നു. സാർ ഇതൊന്നല്ല, എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ഇങ്ങനെ ഹാപ്പി അല്ലേ. സംഭവം വളരെ ഫാക്റ്റാണ്. ഫാക്റ്റ് എന്താണ്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ A+ എണ്ണം വെച്ചിട്ടായിരിക്കും +1 അഡ്മിഷൻ ഉണ്ടാവുക. നിങ്ങൾ +1 +2 കഴിഞ്ഞവരാണ് കോളേജിലൊക്കെ നിങ്ങളുടെ A+ മാർക്കൊക്കെ വെച്ചിട്ടായിരിക്കും അഡ്മിഷൻ. അപ്പോൾ ആ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അതും ഒരു കാര്യമാണ്, ഒരു പേർപ്പസാണ്. പക്ഷേ ഈ A+ൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് പേർപ്പസ് ജസ്റ്റ് ഒരു അഡ്മിഷൻ കിട്ടാനാണോ? അല്ല. കാരണം 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഫുൾ A+ കിട്ടാതെ നിങ്ങൾ സാധാരണ സ്കൂൾ അഡ്മിഷൻ കിട്ടിയാൽ പോലും നിങ്ങളൊന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നന്നായി പഠിച്ച് അടിപൊളി കോളേജിലും അടിപൊളി സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ അഡ്മിഷൻ ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കഷ്ടപ്പെട്ട് A+ വാങ്ങുന്നത്? അല്ല, അതുമല്ല. അപ്പോൾ ഇനി എന്താണ് ശരിക്കത്തെ റീസൺ? മക്കളുടെ ഒരൊറ്റ കാര്യമുള്ളൂ. ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ A+ വാങ്ങിച്ചിട്ട് അതിനുശേഷം എൻ്റെ മൊത്തം ജേണി, ഇതുവരെയുള്ള ജേണി, ഞാൻ കോളേജിൽ പഠിച്ചു. ആക്ച്വലി 2 കോളേജിൽ പഠിച്ചു. എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തു, മാസ്റ്റേഴ്സ് ചെയ്തു, MBA കോഴിക്കോട് നിന്ന് ചെയ്തു. അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ നമ്മുടെ ലേൺ വിത്ത് അലക്സിൽ പറഞ്ഞിട്ട് പോയി കാണാം. എന്നിട്ട് എക്സാമിന് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു പോയിന്റിലും അന്ന് 10ാം ക്ലാസ്സിൽ A+ കിട്ടിയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായെന്നോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ റീസൺസ് ഒന്നും പറയില്ല. കാരണം ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്, സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇതല്ലായിരുന്നു ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ട്രൂ പേർപ്പസ്. അതിൻ്റെ ട്രൂ പേർപ്പസ് അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ സമയത്ത് എനിക്ക് കിട്ടിയ ആ മെൻറ്റാലിറ്റിയാണ്. എന്ത് മെൻറ്റാലിറ്റി? ആ ഫുൾ A+ കിട്ടിയ സമയത്ത് ഓക്കെ ഹാപ്പിയായി, കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് ഞാൻ +2 എത്തിയ സമയത്ത് അവിടെ വീണ്ടും ബോർഡ് എക്സാം വന്നു. അപ്പോൾ അവിടെ ഒബ്വിയസ്ലി എല്ലാവർക്കും ടെൻഷൻ വരും. നമുക്ക് 90% കിട്ടുമോ, 80% കിട്ടുമോ, പാസ്സാവുമോ എന്നൊക്കെ നമുക്ക് ടെൻഷൻ വരും. പക്ഷെ ഒരു കാര്യം നമുക്ക് ഭയങ്കര കോൺഫിഡൻസും തരും. അതായത് ഇതുപോലത്തെ സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. ഇത്രയും ഭീകരമൊന്നല്ലെങ്കിലും ഇതിൻ്റെ വേറെ ലെവൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അന്നത്തെ ലെവലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ആ ഫുൾ A+ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് അന്ന് ഫുൾ A+ കിട്ടിയത് കൊണ്ട് ഞാൻ ഭയങ്കര ഭീകരനാണെന്നുള്ള അഹങ്കാരമല്ല പറയുന്നത്. പണിയെടുത്താൽ എന്നെ കൊണ്ട് ഈ A+ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസാണ്, ആ മെൻറ്റാലിറ്റിയാണ് മാറ്റർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 സമയത്ത്, ഞാൻ +2 സമയത്ത് എനിക്ക് ഓവർ ടെൻഷനില്ല എന്നല്ല പറഞ്ഞത്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഓവർ ടെൻഷനില്ല. കാരണം എനിക്ക് അറിയാം മര്യാദക്ക് പണിയെടുത്താൽ ഈ A+ കിട്ടും. കാരണം എൻ്റെ ലൈഫിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു ലൂപ്പാണ് മക്കളെ. അതായത് നമ്മൾ ഈ ഡോമിനോസ് എന്ന് പറഞ്ഞ സാധനമല്ലേ, ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രെന്ന് പറഞ്ഞ വീണ സാധനം, അതുപോലെയാണ്. ഒന്ന് തട്ടി അടുത്ത് വീണു, അത് തട്ടി അടുത്ത് വീണു, അത് തട്ടി അടുത്ത് വീണു. ആ +2 നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും അല്ലേ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മോശമില്ലാത്തൊരു മാർക്ക് കിട്ടും. എനിക്ക് നല്ല മാർക്ക് കിട്ടി.
ആ ഒരു കോൺഫിഡൻസ് അടുത്ത കാര്യത്തിലേക്ക് നിങ്ങൾ കോളേജിൽ എത്തുമ്പോൾ, അത് കഴിഞ്ഞ് ഞാൻ കാറ്റ് എക്സാം എഴുതുമ്പോൾ, IIM കയറാൻ വേണ്ടി കാറ്റ് എക്സാം എഴുതുമ്പോൾ എനിക്കുള്ള കോൺഫിഡൻസ് ഓക്കെ നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അന്നൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ എഫക്റ്റും ഉണ്ടായിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ മതി, അതിൻ്റെ എന്തെങ്കിലും നല്ല രീതിയിൽ ഭയങ്കര മോശം എഫക്റ്റ് എന്തായാലും വരില്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും. ആ മെൻറ്റാലിറ്റി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ആ മെൻറ്റാലിറ്റി നിങ്ങൾ കോൺഫിഡൻസ് തരും മാത്രമല്ല, നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ വർക്കും ചെയ്യും. കാരണം പലപ്പോഴും കുട്ടികൾക്ക് പ്രശ്നം വരുന്നത് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് അവർ പണിയെടുക്കില്ല, പഠിക്കില്ല. കാരണം കിട്ടില്ലല്ലോ മാർക്ക്, ഇതിനെ നമ്മൾ കുറേ കഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ കോൺഫിഡൻസ് വരുന്നുണ്ട്, ചിലപ്പോൾ ഫേക്ക് കോൺഫിഡൻസും കൂടെ ആയിരിക്കും ചിലപ്പോൾ, വലിയ കാര്യമൊന്നും ഉണ്ടല്ലോ. പക്ഷേ എങ്കിൽ പോലും ആ മെൻറ്റാലിറ്റി, ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ പണിയെടുക്കും. കാരണം നമുക്കറിയാം ആ കോൺഫിഡൻസ് പറയുന്നത് എന്താണ്, കൂടുതൽ പണിയെടുത്ത മാർക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ പണിയെടുക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാർക്കും എന്ത് കാര്യങ്ങളിലും നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സലൻസിന് വേണ്ടിയിട്ടാണ്, ആ ഒരു എക്സലൻസിന് വേണ്ടിയിട്ടുള്ള മെൻറ്റാലിറ്റി നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എവിടെ നിന്നാണ്? നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ പ്രൈമറിൽ നിങ്ങൾ ഈ A+ വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഓബ്വിയസ്ലി മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം, അതൊക്കെ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യമായിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.